ഇമാം ഖുർത്തുബി മുതലായവർ നിവേദനം ചെയ്ത മറ്റു ധാരാളം ഹദീസുകളിൽ മഹാന്മാരായ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇടവേറി പ്രാർത്ഥിച്ചത് കാണുന്നു. കൂട്ടത്തിൽ രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട ഒരു സഹാബി പ്രമുഖൻ തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. തങ്ങൾ അദ്ദേഹത്തോട് വുളൂ ചെയ്ത് വരാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വുളൂ ചെയ്തു വന്നു. അതിനുശേഷം തങ്ങൾ അദ്ദേഹത്തിന് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇടവേറി പ്രാർത്ഥിക്കാനുള്ള ഇതായിരുന്നു. ഹദീസിന്റെ കിതാബുകളിൽ ഇമാം ബുഖാരിയുടെ തന്നെ നിവേദനത്തിൽ മഹാനായ മുത്തബിഉൽ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ ഇടയ്ക്കിടയ്ക്ക് വഅബിയദു യുസ്തസ്ഖൽ അമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി എന്ന പദ്യം ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് ചൊല്ലാറുണ്ടായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ ഈ പദ്യം ചൊല്ലുന്നത് കേട്ടു എന്ന് രേഖപ്പെടുത്തുന്നത് താബിഈകളിൽപ്പെട്ടവരാണ്. സഹാബിയല്ല, താബിയാണ്. ഇമാം ബുഖാരിയുടെ റിവായത്ത് അനുസരിച്ച് ഒരു താബിഈ ഇബ്നു ഉമറിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹു ചൊല്ലിയത് റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രമല്ല, തങ്ങളുടെ ഹയാത്തിന് ശേഷമാണ്, വഫാത്തിന് ശേഷമാണ്. അപ്പോഴല്ലേ താബിഈ കേൾക്കുന്നത്? ഒരു താബിഈ കേട്ടു എന്ന് പറയണമെങ്കിൽ അത് പ്രവാചകന്റെ കാലത്തല്ല, തങ്ങളുടെ കാലശേഷമാണ്. അത് തങ്ങളുടെ വഫാത്തിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു ചെറിയ പദ്യത്തിലുള്ളത് എന്താണ്? മേഘത്തിൽ നിന്ന് മഴയെ പ്രതീക്ഷിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വജ്ഹ് കൊണ്ട്, ഒന്നുകിൽ തങ്ങളുടെ ശരമാക്കപ്പെട്ട മുഖം കൊണ്ട്, അല്ലെങ്കിൽ റാത്ത് കൊണ്ട്. എന്നതിടത്ത് നാം രണ്ടു തരത്തിൽ അർത്ഥം കൽപ്പിക്കാറുണ്ട്. ഈ വജ്ഹിഹി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ തങ്ങളുടെ ശരമാക്കപ്പെട്ട മുഖം കൊണ്ട്, അല്ലെങ്കിൽ റാത്ത് കൊണ്ട്. രണ്ടാണെങ്കിലും ഇവിടെ എവതേടിയിരിക്കുന്നത് റാത്ത് കൊണ്ടാണ്, തൽക്കർമ്മം കൊണ്ടല്ല. അതാവട്ടെ തങ്ങളുടെ ജീവിതകാലത്തല്ല, തങ്ങളുടെ വഫാത്തിന് ശേഷം. സംഭവമാകട്ടെ ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതാണ്. അതൊക്കെ ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കണം. പണ്ഡിതോചിതമായി ഇതിനെ ഖണ്ഡിക്കാൻ സാധിക്കുന്ന ഒരാൾ ഭൂമി ലോകത്തില്ല എന്ന് ഞാൻ അവകാശപ്പെടും. പണ്ഡിതോചിതമായി ഖണ്ഡിക്കാൻ സാധിക്കുന്നവരില്ല. ഇതെന്തും പറയുന്ന ആളുകൾക്ക് വീരല്ലേ. ഇതിനെങ്ങനെയായിരിക്കും? ഇബ്നു ഉമർ റളിയല്ലാഹു ഇത് ചെറിയത് കേട്ടത് താബിഈയാണ് എന്ന് വെച്ചാൽ തങ്ങളുടെ വഫാത്തിന് ശേഷമാണ്. ആ പദ്യത്തിലാവട്ടെ തങ്ങളെ കൊണ്ട് ഇടവേറെയാണ്. തൻ കർമ്മങ്ങൾ കൊണ്ടല്ല, റാത്ത് കൊണ്ട് യോജിപ്പിച്ച് റിവായത്ത് ചെയ്തതാകട്ടെ ഇമാം ബുഖാരിയാണ്. പിന്നെ എന്ത് ചെയ്യും? അംഗീകരിക്കല്ലാതെ വല്ല നോക്കിയോ? അംഗീകരിക്കല്ലാതെ നോക്കിയില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഇമാം ബുഖാരി മുതലായവർ നിവേദനം ചെയ്ത സഹീഹാണെന്ന് മുസ്ലിം ലോകം സമ്മതിക്കാൻ ബാധ്യസ്ഥരായ ഹദീസിന്റെ കിതാബുകളിൽ മഹാന്മാരെ കൊണ്ട് ഇടവേറി പ്രാർത്ഥിക്കാനുള്ള പ്രോത്സാഹനം ധാരാളമായി വർദ്ധിക്കുന്നു. വിമർശിക്കപ്പെടേണ്ടതില്ല. പിന്നെ മഹാന്മാരായ താബിഈകൾ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ അവരൊക്കെ ഇങ്ങനെ ഇടവേറി പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു. മഹാനായ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു തആല അറിവിന്റെ സമുദ്രമാണ്. ഇമാം ഷാഫിഈ തങ്ങൾ അഹ്ലു ബൈത്തിനെ കൊണ്ട് ഇടവേറി പ്രാർത്ഥിച്ചത് ഇപ്രകാരമായിരുന്നു: الذي ذريعتي وهم إليه وسيلتي أرجو بهم معتارضا بيد اليمين صحيفتي. ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു തആല തങ്ങൾ അഹ്ലു ബൈത്തിനെ കൊണ്ട് ഇടവേറി പ്രാർത്ഥിക്കുകയാണ് ഈ പദ്യത്തിലൂടെ. വിമർശിക്കുന്നത് ആലോചിച്ചു വേണ്ടത്. ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല തങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് കയറിയിട്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ടായിരുന്നു
ഇമാമുൽ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഇടതാട്ടം. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ മഹാന്മാരായ അയിമ്മത്തിന്റെ അംഗീകാരവും പ്രോത്സാഹനവും സദുവൃത്തരെ കൊണ്ട് ഇടതേടി പ്രാർത്ഥിക്കുന്നതിന് ഉണ്ട്. അതിന്റെ പേരിലാണ് മുസ്ലിം ലോകം അത് നല്ല കാര്യമാണെന്ന നിലക്ക് നിലനിർത്തിപ്പോരുന്നത്. 13 നൂറ്റാണ്ട് പിന്നിട്ട ശേഷം മുസ്ലിം സമുദായത്തിൽ വിവരദോഷം വർദ്ധിച്ച അടിസ്ഥാനത്തിൽ ചില സഹോദരന്മാരിൽ നിന്നുണ്ടായ വിമർശനം അടിസ്ഥാനരഹിതമാണ്. അവരുടെ വിവരദോഷത്തിന്റെ അനന്തര ഫലമാണ്. അവർ തിരുത്താൻ തയ്യാറാവുകയാണ് വേണ്ടത് എന്ന് ഞാൻ അത് സംബന്ധിച്ച് പറയുന്നു. നിങ്ങൾ ആലോചിച്ചുകൊള്ളുക. ഞാൻ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. പുനരാലോചനയ്ക്കുള്ള അവസരം സൃഷ്ടിക്കുകയാണ് നമ്മുടെ ചുമതല. കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വിചാരണ. അല്ലെങ്കിലും നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു സമ്പ്രദായത്തെ വിമർശിക്കുന്നത് 100 വട്ടം ആലോചിച്ചു വേണ്ടി. ധൃതിയല്ല, ആലോചിച്ച് മതി. അരുതറിയ, സൂക്ഷിച്ചു മതി. ആലോചിച്ച് നോക്കൂ. അല്പം പക്വതയും കാണുന്ന കാര്യങ്ങളിൽ കാണിക്കാം. ഇനി അത് മാത്രമല്ല, മഹാന്മാരെ വിളിച്ച് സഹായം തേടാറുണ്ട്. മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ, പതിരീങ്ങളെ കാക്കണം എന്ന് പറയാറുണ്ട്. ചിലർ അങ്ങനെ പറയാവോ? പടച്ചവനോടല്ലേ പറയാവോ? അല്ലല്ലാതെ ഒരാൾക്ക് സഹായിക്കാൻ കഴിയില്ല. കേട്ട മാത്രമേ ശരിയല്ല. വസ്തുത എന്താണ്? വളരെ ജാഗ്രതയോടെ നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു ആശയമാണ്. സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ വലിയോ സഹായിയോ ഇല്ല. ഖുർആൻ പറഞ്ഞു, മാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. നിങ്ങൾക്ക് അല്ലാഹുവിനെ കൂടാതെ ഒരു സംരക്ഷകനും ഇല്ല. വലാ നസീർ, വേറെ നിങ്ങൾക്ക് സഹായിയും ഇല്ല. പടച്ച തമ്പുരാൻ മാത്രമാണ് നിങ്ങളുടെ സംരക്ഷകൻ, അവൻ മാത്രമാണ് നിങ്ങളുടെ സഹായി എന്നാണ് ഈ പറഞ്ഞത്. ഇത് വിശ്വസ്തുവണോ? ഖുർആൻ പറഞ്ഞതാണ്. എന്നാൽ നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ വലിയ ഇല്ല, സംരക്ഷകൻ ഇല്ല എന്ന് പറയുന്ന അതേ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. മലക്കുകൾ വന്നിട്ട് വിശ്വാസികളോട് പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ് ദുനിയാവിലും ആഖിറത്തിലും. അല്ലാതെ ഒരു സംരക്ഷണമില്ലാന്ന് പറഞ്ഞ് ഒരാൾക്ക് മറ്റൊരാൾക്ക് ഞാനും ഔലിയാവും. ആ ഒലിയുടെ ബഹുവചനം തന്നെ ഈ ഔലിയാവും. മറ്റൊരു ഒലിയും ഇല്ല എന്ന് പറഞ്ഞ ശേഷമായി പറയുന്നത് ആ ഒലിയുടെ ബഹുവചനാണെന്ന് ഞാനും ഔലിയാവും. നിങ്ങൾക്ക് വേറെ ഒരു സഹായില്ല. ഒലാ നസീർ, അവരല്ലാതെ നിങ്ങൾക്ക് ഒരു സഹായില്ല എന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആനിൽ തന്നെ മറ്റൊരിടത്ത് ഖാല ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. ഇവിടെ വേറെ നസീറുല്ല, അപ്പൊ മറ്റൊരു അൻസാറൊക്കെ പടം. ഇങ്ങനെ റസൂലുള്ളാഹിക്ക് അതാ പറയാം, മുഹാജിറുകളും അൻസാരികളാണ് പറയാം. ആ നസീറിന്റെ ബഹുവചനം തന്നെ. എന്താണ് ഇതിന്റെ താല്പര്യം? വിശുദ്ധ ഖുർആനിനെ ഗ്രഹിക്കേണ്ടവരിൽ നിന്ന് ഗ്രഹിക്കേണ്ട വിധം ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാകും. ഖുർആൻ കൊണ്ട് ചില ആളുകൾ സന്മാർഗം ചിന്തിച്ചവരാകും, വേറെ ചില ആളുകൾ ദുർമാർഗികളാകുന്ന ഖുർആനുണ്ട്. ഖുർആൻ കൊണ്ട് തന്നെ ഖുർആൻ കൊണ്ട് ജനങ്ങൾ സന്മാർഗത്തിലാകും, രാമായണ ബൈബിൾ കൊണ്ട് ദുർമാർഗത്തിലാകുന്നല്ല, ഖുർആൻ കൊണ്ടല്ല. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെ? ഖുർആൻ കൊണ്ട് തന്നെ ചില ആളുകൾ സന്മാർഗത്തിലാകും, വേറെ ചിലർ ഖുർആൻ കാരണമായി തന്നെ ദുർമാർഗത്തിലാകും. മാഷാ അല്ലാഹ്. അതെങ്ങനെ? അത് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാത്തവൻ ചാടി പറഞ്ഞ അഭിപ്രായം പറഞ്ഞു. പടച്ചവന്റെ കലാമല്ലേ, കാര്യം നിജത്തിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ മൗനം വീക്ഷിക്കെങ്കിലും വേണ്ടേ? എനിക്ക് അറിഞ്ഞൂടാ. അറിയാത്ത കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിയാണ്.
അവിടെ വേറെ പ്രത്യേക പ്രശ്നമൊന്നും വിചാരിക്കേണ്ടതില്ല. എനിക്കതാണ് പനി തലവേദന ഉണ്ടാകുമ്പോ ഗുളിക എഴുതി കൊടുക്കാം, പഠിച്ച ആൾക്ക് അത് എഴുതി കൊടുക്കാം. റോഡിനോ കെട്ടിടത്തിനോ പാലത്തിനോ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പഠിച്ച ആൾക്ക്, മെഷർമെന്റ് ചെയ്യാൻ പഠിച്ച ആൾക്ക്, ചെക്ക് മെഷർ ചെയ്യാൻ പഠിച്ച ആൾക്ക് അത് ഉപയോഗിക്കാം. ഏതാണോ പഠിച്ചതെങ്കിൽ അത് പ്രയോഗിക്കാം. പഠിച്ചതല്ലേ പ്രയോഗിക്കാൻ. പഠിക്കാത്തതിൽ ചാടിക്കേറി അഭിപ്രായ പ്രകടനം നടത്തിയ അബദ്ധം വരും. എന്താ എനിക്കൊക്കെ